ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു സ്ത്രീക്ക് നിങ്ങളോട് തീരെ താല്പര്യമില്ല, നിങ്ങൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുറച്ച് അടയാളങ്ങൾ, സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഒരുപാട് പുരുഷന്മാർക്ക് ഇത് ആവശ്യമുണ്ട്. കാരണം കുറേ പേര് വിചാരിക്കുന്നൊരു കാര്യമാണ്, എന്നോട് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അതെങ്ങനെയൊന്നും അറിയാൻ പറ്റുക, ഇതിപ്പോൾ ഒന്നും മനസ്സിലാക്കാനും പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കുറേ സയൻസ് വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അയ്യോ അതാവില്ല, അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടക്കുറവൊന്നായിരിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന സൈനുകളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് താല്പര്യമില്ല, തീരെ ഇഷ്ടമല്ല എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ പുറകെ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, അവൾക്ക് നിങ്ങളോട് തീരെ താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലേറ്റ് റിപ്ലൈ ആണ്. വളരെ ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നു എന്നുള്ളത്. ഇത് കുറേ പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. നമ്മളൊക്കെ മനുഷ്യനല്ലേ, എപ്പോഴാണ് തിരക്ക് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ അവരുടെ തിരക്ക് കാരണമായിരിക്കാം നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് വൈകുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഇതേ രീതിയിലാണ് അവിടെ നിന്ന് റിപ്ലൈ വരുന്നത്, ലേറ്റ് ആയിട്ടാണ് റിപ്ലൈ വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളോടുള്ള താല്പര്യക്കുറവ് തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എപ്പോഴും മെസ്സേജ് അയക്കുന്ന, എന്നാൽ അവർ ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്ന, ഓൺലൈനിൽ വന്നാലും നോക്കാതെ ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ, ആ മെസ്സേജിനെ അയക്കണ്ട. ബിക്കോസ് അത് അവർക്ക് ഇഷ്ടം ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ അയക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ്, അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കാം, അവിടെ നിന്ന് ഒരു റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ നല്ലതല്ലേ, ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാലോ, പിന്നെ അങ്ങോട്ട് കുറേ നേരം സംസാരിക്കാം, ഇങ്ങനെയൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജ് വരുമ്പോൾ അവർ എത്ര ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുമ്പോഴും എത്ര അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അയ്യോ ഇതെന്ത് ശല്യമാണെന്നേ തോന്നുള്ളൂ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല എന്നൊക്കെ അവർ വിചാരിക്കുക. അതൊരിക്കലും നല്ലതല്ല. നമ്മളുടെ വാല്യൂ നമ്മളാണ് എപ്പോഴും ഇങ്ങനെ കാത് സൂക്ഷിക്കേണ്ടത്. അത് നമ്മളായിട്ട് തന്നെ കളയാൻ കാരണമാവരുത്. അപ്പൊ ഇവിടെ നിങ്ങളോടുള്ള വാല്യൂ കുറഞ്ഞു പോവുക ചെയ്യുക, ഇങ്ങനെ മെസ്സേജ് അയച്ചു പോയിക്കൊണ്ടിരുന്നാൽ. അപ്പൊ അത് നോക്കുക, അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എപ്പോഴും ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ അത് താല്പര്യമില്ല എന്നുള്ളതിന്റെ ഒരു സൈൻ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചു, അവർ റിപ്ലൈ തന്നു, പക്ഷെ റിപ്ലൈ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വളരെ ചെറുതായിട്ട്, എത്ര അതിനെ ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്ര ഷോർട്ട് ആയിട്ടുള്ളൊരു ആൻസർ ആണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അത് തിരക്കുകൊണ്ടായിരിക്കില്ലേ എന്നുള്ളത്. ആവാം, തിരക്കുകൊണ്ടായിരിക്കും. പക്ഷേ തിരക്ക് കൊണ്ട് എന്ന് പറയുമ്പോൾ ഡെയിലി ആൾ അത്രയും തിരക്കിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കില്ലല്ലോ. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അങ്ങനെ ഷോർട്ട് ആൻസർ തരുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഓക്കെ തിരക്കായിരിക്കാം എന്നുള്ളത്. ബാക്കിയുള്ള മെസ്സേജിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ ഡെയിലി അയക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലാതെ എപ്പോൾ മെസ്സേജ് അയക്കുമ്പോഴും ഇതേ രീതിയിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ആൻസർ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ അവരെല്ലാ ആളുകൾക്കും ഇങ്ങനെ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്, വളരെ ഷോർട്ടായിട്ട് എപ്പോഴും ടൈപ്പ് ചെയ്യാറുള്ളൂ, ടെക്സ്റ്റ് ചെയ്യാറുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളോട് മാത്രമാണ് ഇങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ അയക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണെങ്കിൽ അത് നമ്മൾ പൊട്ടന്മാരല്ലോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. അപ്പൊ അവിടെ സംശയത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാം അത് താല്പര്യക്കുറവ് തന്നെയാണെന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ അത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്തരത്തില് വളരെ ഷോർട്ട് ആയിട്ടുള്ള ആൻസർ, ഇപ്പൊ നിങ്ങൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചോ, ഓക്കെ എന്നുള്ളതിന് കെ എന്ന് മാത്രം അയക്കാം. ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നോക്കുന്നത് മീൻസ് ഒന്ന് മനസ്സിൽ വെക്കുക, ചിലപ്പോൾ ഇത് താല്പര്യക്കുറവാവാനുള്ള സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ആളെപ്പോഴും തിരക്കിലാണ് എന്നായിരിക്കും ചിലപ്പോൾ പറയുണ്ടാവുക. അതായത് പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ തിരക്കിലാണ് എന്നുള്ളത് ചുമ്മാ ഗമ പറയുന്ന കുറേ പേരുണ്ട്. അപ്പൊ അങ്ങനെയാണോ എന്നുള്ളത് നോക്കാം. ചിലർ ചുമ്മാ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പറയട്ടോ, അയ്യോ ഞാൻ തിരക്കൊക്കെ ഉണ്ട്, എനിക്കൊരു മാരേജ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ പോകാനുണ്ട്, ഒരു പാർട്ടി ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയും. പിന്നെ നമ്മൾ ഒന്നുകൂടെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ആ ശരിയെന്ന് വരാം എന്ന് പറയും. അതായത് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ഇട്ടിട്ട് പിന്നെ ഓക്കെ ആവുന്നവരുണ്ട്. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എത്ര തിരക്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് തിരക്കാണെന്ന് പറഞ്ഞിട്ട് അതിലെങ്ങനെയും പിടിച്ച് നിൽക്കും. അതായത് മാറില്ല, എനിക്ക് തിരക്കാണ്, എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും. ഇത് ഇപ്പൊ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളെ എപ്പോഴും കാണണം എന്നാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുക.
നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാണ് അവരെപ്പോഴും നമ്മുടെ അരികിൽ ഉണ്ടാവണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളെ കാണാൻ പോലും നമ്മൾ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അതൊറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം എന്ന് പറയുമ്പോൾ അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞ് അവർ വരും. ചിലപ്പോൾ ഇങ്ങനെ പറയണമെന്നില്ല കേട്ടോ, എന്നാലും കാണാൻ അവർ തയ്യാറാവും എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടക്കുറവ് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി എടുക്കുക. കാണാമെന്ന് പറയുമ്പോൾ ഇല്ല കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരക്കുകൾ പറഞ്ഞിട്ട് അവർ അത് നീക്കിക്കൊണ്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പ്രത്യേകിച്ച് അവരൊന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും അവർ ചോദിക്കണ്ടാവില്ല. നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം അവർ അന്വേഷിക്കുക പോലും ചെയ്യില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് അറിയാൻ ഭയങ്കര താല്പര്യം കാണിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരിക്കും. എന്തായിരിക്കും ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇതുവരെ, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, ഇനി അങ്ങോട്ട് ഇവർ പ്ലാൻ ചെയ്തത് എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ താല്പര്യം നമുക്കുണ്ടാവും. നമുക്ക് ഒരു ചെറിയൊരു ഇഷ്ടമെങ്കിലും തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് നമുക്ക് യാതൊരു ഇഷ്ടവും അട്രാക്ഷൻ തോന്നാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് അറിയണം എന്നില്ല. ഇനിയിപ്പോൾ അഥവാ അവർ ഇങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിലോ ഇതൊക്കെ എന്തിനാ എന്നോട് പറയണത്, ഇങ്ങനെ നമ്മൾ വിചാരിക്കുക അല്ലേ. അപ്പൊ അതന്നെ എവിടെയും സംഭവിക്കുക. നിങ്ങൾ ചിലപ്പോൾ അവരെ കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടാവും, ബിക്കോസ് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷെ തിരിച്ച് അങ്ങനെയൊന്നും ചോദിക്കലോ പറയലോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളൊന്നും അവർ ചോദിക്കാൻ തയ്യാറാകുന്നുണ്ടാവില്ല. അത് താല്പര്യക്കുറവ് തന്നെയാണ്. അതങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം കൂടി പറയാം. പൊതുവേ നിങ്ങളുടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. അവര് ഇതുവരെ ചിലപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ടാവില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. ചിലർ അങ്ങനെയുണ്ട്, സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് അവരിങ്ങോട്ട് മെസ്സേജ് അയക്കാനോ സംസാരിക്കാനോ ഒക്കെ നിൽക്കും. ബിക്കോസ് അവർക്കാണല്ലോ അവിടെ ആവശ്യമുള്ളത്. ആവശ്യക്കാരി അവരായതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാലോ സംസാരിച്ചാൽ പോലും ആള് ചിലപ്പോൾ തിരക്കാണ് കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഏതൊരു കോൺവെർസേഷൻ ആണെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് ആണെങ്കിൽ പോലും നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയും കടിച്ചു തൂങ്ങി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ചിന്തിക്കുക, മുന്നോട്ട് പോവുക. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ അതായത് അവരങ്ങനെ പതിഞ്ഞു പോയി, അല്ലെങ്കിൽ അവരെനിക്ക് അത്രയും ഇഷ്ടമാണ്, സോ എനിക്ക് ഇപ്പൊ ആൾക്ക് എന്നോടുള്ള താല്പര്യക്കുറവ് മുഴുവൻ മാറിയിട്ട് ആൾ എന്നെ ഇഷ്ടപ്പെടണം, അതേപോലെ ഞാനുമായിട്ട് റിലേഷൻഷിപ്പിലാവണം, ഞങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ആ ഒരു പേഴ്സണെ കിട്ടണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇനി എന്ത് ചെയ്യണം, അതായത് ഇങ്ങനെയാണ്, ആൾക്ക് ഇത്രയും താല്പര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അത് ഓക്കെ ആവും, ഈ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ മേ ബി വരാം. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാൻ ഇവിടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീമുണ്ട്, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് പറയുക. അതായത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം, അതിൽ എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റ് ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ അത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്